സാർ, ഇനി ലോക കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപ് അല്ല. ലോക പോലീസായും ലോകത്തെ നമ്പർ 1 രാജ്യമൊക്കെ ആയി ഇങ്ങനെ വലിയ ഇതിലൊക്കെ നിന്ന ആളാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിയത് ട്രംപിന്റെ ചില ചെയ്തികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ത്രിമൂർത്തികൾ ഷീ ജിൻപിങ്, പുടിൻ, മോദി, ഈ 3 പേരുമായിരിക്കും ഇനി ലോകം എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതെന്നാണ് ഇതിൽ വിദഗ്ധർ അടക്കം പറയുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ എത്തിയോ? ഇന്ത്യ അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ലോകക്രമം എങ്ങനെ ആയിരിക്കണം, ലോകം എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനുള്ള വളർച്ചയിലേക്കൊക്കെ ഇന്ത്യ എത്തിയോ? എന്തായാലും ഇന്ത്യയുടെ യശസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രൗഢി എന്ന് പറയുന്നത് വളരെ ഉയരത്തിലെത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. കാരണം എത്രയോ നാളുകൾക്ക് ശേഷമാണ് ചൈന ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഈ ഇന്ത്യ ഉയർത്തിയ പ്രശ്നങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ എന്നും ഇന്ത്യക്കെതിരായ നിലപാടെ അന്താരാഷ്ട്ര വേദികളിൽ ചൈന എടുത്തിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. എന്ന് മാത്രമല്ല, പിന്നെ നമ്മളെക്കെതിരായി ആക്രമണം നടത്താനുള്ള ഏതൊരു നീക്കത്തെയും ചൈന എന്നും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അടക്കമുള്ള സ്ഥലങ്ങളിലെ പല നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ചൈന പിന്തുണ നൽകുകയും ചെയ്തിരുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പൊടുന്നനെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വലിയൊരു മാറ്റമാണ് ഈ ഉച്ചകോടിയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ട്രംപിൻ്റെ ഭ്രാന്തൻ നടപടികളാണ് കാരണമെന്ന് പറയുന്നത്. ട്രംപ് ഇപ്പം കൃത്യമായി പറഞ്ഞാൽ ട്രംപ് ചമ്മിയിരിക്കുകയില്ല, അവർ വല്ലാത്തൊരു ചമ്മലോടുകൂടി ഇരിക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഏതാണ്ടൊക്കെ പുലമ്പുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ദിവസവും അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിച്ചതൊന്നും ഈ പാണ്ഡൻ നായുടെ വല്ലനശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒന്നും അങ്ങോട്ട് ഭരിക്കുന്നില്ല, ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും എന്നുള്ളതാണ്. ഇടത്തടിച്ച് ചുങ്കം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് മഹാകാര്യം ചെയ്ത പോലെയാണ് ചെയ്തത്. പക്ഷേ ഇതെല്ലാ രാജ്യങ്ങളും അതിനെതിരെ അവരുടെ അവസരങ്ങളായി കണ്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചൈനയ്ക്കെതിരെ നടത്തിയ ശ്രമത്തിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു. ചൈനയ്ക്കെതിരെ അത് പിൻവലിക്കേണ്ടി വന്ന ഗതികേട് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യ ഒരർത്ഥത്തിൽ പോലും അതിനെ അതിനെ ഈൽഡ് ചെയ്യുന്ന ഒരു സമീപനമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ന്യൂയോർക്ക് ടൈംസിൽ കഴിഞ്ഞ ദിവസം വന്ന ലേഖനത്തിൽ തന്നെ പറയുന്നത് ഈ ട്രംപിനുള്ള ദേഷ്യം ഇന്ത്യ നോബൽ സമ്മാനത്ത് കാര്യത്തിലൊക്കെ ഇന്ത്യ തീർച്ചയായും ഉടൻ ഇന്ത്യ കൂടി നിർദ്ദേശിക്കുമെന്ന് ട്രംപ് അങ്ങ് ധരിച്ച് വശമായിരുന്നുവെന്ന് പറഞ്ഞ എഴുത്ത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നത് ന്യൂയോർക്ക് ടൈംസിലാണ്. 2 ദിവസം മുമ്പുള്ള ന്യൂയോർക്ക് ടൈംസിലാണ് വന്നതെന്നുള്ളതാണ്. അപ്പം ഉദ്ദേശിച്ച പോലെയൊന്നും ട്രംപ് ഉദ്ദേശിച്ച പോലെയൊന്നും ഒരിടത്തും കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഈ ഭീകരാക്രമണത്തിനെതിരെ പേരെടുത്ത് പറഞ്ഞ് പാകിസ്ഥാനെ ആക്രമിച്ചു. ഇന്ന് മാത്രമല്ല, പഹൽഗാമിൻ്റെ ലോകത്ത് മൊത്തത്തിൽ ഈ ഭീകരാക്രമണത്തിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കാൻ എന്ന് ആഹ്വാനം ചെയ്യുകയും ആ ഉച്ചകോടിയുടെ പ്രമേയത്തിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്താണ് ഭീകരാക്രമണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ശാപമാണെന്നും അതിനെതിരായിട്ട് നിൽക്കണമെന്നുള്ളത് ചൈന അടക്കമുള്ള രാജ്യങ്ങളെ കൊണ്ട് പറയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ കരുതാൻ പറ്റത്തില്ലെന്നുള്ളത്. പഹൽഗാം ആക്രമണത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അത് തന്നെയല്ല, അവിടെ നമ്മൾ കാണുന്ന നേതാക്കൾ തമ്മിൽ പ്രകടിപ്പിച്ച ഒരു ശരീരഭാഷ, സൗഹൃദത്തിൻ്റെ ശരീരഭാഷയുണ്ടല്ലോ. അതിൽ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഒരു കാഴ്ചക്കാരനെ പോലെ അദ്ദേഹം ഈ ട്രംപിനെ പോലെ ചമ്മി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ അദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടി പുട്ടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അത് ശ്രദ്ധിക്കാതെ അദ്ദേഹം പുറത്തു പോയി മോഡിയെ കാത്തു നിന്ന ഒരവസ്ഥയുണ്ടായി. 10-15 മിനിറ്റ് മോഡിയെ കാത്തു നിന്നു. കാരണം എന്നിട്ട് മോഡിയോടൊപ്പമാണ് ഈ പുട്ടിൻ യാത്ര തിരിച്ചു പോയത് എന്നുള്ളതാണ്. അതിലിരുന്ന് 1 മണിക്കൂർ നേരത്തോളം അവർ ഈ കാറിലിരുന്ന് സംഭാഷണം നടത്തുന്ന അവസ്ഥയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ചെയ്യാനുള്ള സംസാരിക്കാനുള്ള ഒരവസരവും പാഴാക്കിയില്ലെന്ന് മാത്രമല്ല, കഴിയുന്നത്ര കൂടുതൽ സമയം ഇത് ചെയ്യുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമ്മതം ഇവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യയിൽ നിന്ന് ഓയിൽ സ്വീകരിക്കരുത് എന്ന് കർശനമായ ഒരു നിർദ്ദേശം അങ്ങ് ആജ്ഞാപിക്കുകയല്ലേ ചെയ്തത് ട്രംപ്. റഷ്യയിൽ നിന്നും നമ്മൾ ഓയിൽ ഒരു കാരണവശാലും സ്വീകരിക്കരുത്, അത് യുദ്ധത്തെ സഹായിക്കുന്നതൊക്കെ പറയുന്ന വിചിത്രമായ വാദങ്ങൾ ഉയർത്തി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓയിൽ സ്വീകരിക്കുന്ന മറ്റു രാജ്യങ്ങളുമായി സൗഹൃദം പുലർത്തിക്കൊണ്ട് എന്നിട്ട് ചെയ്ത കാര്യമാണ് വളരെ കൃത്യമായിട്ട് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ പുല്ലുപോലെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. നിശബ്ദനായി നിന്നുകൊണ്ടാണ് മോഡി ഇത് ചെയ്യുന്നത്. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ നമ്മൾ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് കുറച്ച് ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം മോഡി സംസാരിക്കുന്നില്ല,
നമ്മൾ മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ സ്വയം പരിഹാസ്യരാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ നടക്കുന്നു. ഇപ്പോൾ ലോകത്തെ എല്ലാ ശ്രദ്ധകളും മോദിയിലെയും ട്രംപിന്റെയും ഷീ ജിൻപിങ്ങിന്റെ മുന്നിലാണ്. ഇപ്പോൾ ഈ സാർ നേരത്തെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ ചമ്മി നാറി പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അമേരിക്ക ഒറ്റപ്പെടും, അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം മറ്റു രാജ്യങ്ങൾ ചേരും. ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ത്രിമൂർത്തികൾ ഒന്നിക്കുന്നു, റഷ്യ, ഇന്ത്യ, ചൈന. ഇത് ട്രംപ് ഒരിക്കലും, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ട്രംപിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, ശക്തമായ ഒരു ബന്ധം. അങ്ങനത്തെ സ്ഥിതി വരുമ്പോൾ ഈ താരിഫ് പിൻവലിച്ചുകൊണ്ട് ഇന്ത്യക്കൊപ്പം ചേരാൻ ട്രംപ് തയ്യാറാകുമോ? നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ ഇന്ത്യയും ചൈനയും ചേർന്ന് കഴിഞ്ഞാൽ 280 കോടി ജനങ്ങളാണുള്ളത്. 280 കോടി ജനങ്ങളെന്ന് പറഞ്ഞാൽ വിപണി എന്ന് പറയുന്നത്, ആ ഒരർത്ഥത്തിൽ തന്നെ ഒരു വിപണി എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ ഇത്ര പകുതിയിലധികം മുമ്പിൽ വരുന്ന ഒരു ജനസംഖ്യ അടങ്ങുന്ന രാജ്യങ്ങൾക്ക് അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇത് വിപണി എന്ന നിലയിൽ ആർക്കും പറ്റത്തില്ല. കാരണം ഇവിടെയാണ് ഏത് രാജ്യം എന്ത് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും അതിൻ്റെ ഒരു വിപണിയായി മാറേണ്ടത് ഇത്രയേറെ ജനങ്ങളാണ്, മനുഷ്യരാണല്ലോ ഇതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുള്ളതാണ്. ചൈന കൃത്യമായും തിരിച്ച് അടിച്ചു കഴിഞ്ഞു, അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ചൈനയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് നിർത്തിവെച്ചുകൊണ്ടാണ് ചൈന പിന്നെ അതിനെ തിരിച്ചടിച്ചത് എന്നുള്ളതാണ്. അത് അമേരിക്ക വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അതിർത്തി തർക്കമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. 49-ലാണ് ചൈനീസ് റിപ്പബ്ലിക്ക് രൂപപ്പെട്ടത്. 47-ൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ വിവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് തിബറ്റായിരുന്നു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. തിബറ്റിൽ ചൈന നടത്തുന്ന ആക്രമണത്തിന് എതിരായ നിലപാടാണ് ഇന്ത്യ ഇന്ന് സ്വീകരിച്ചത്. തിബറ്റിൻ്റെ സ്വയംഭരണാധികാരം അംഗീകരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അത് കൊണ്ടാണല്ലോ ഈ പിന്നെ ചൗൻലായുടെ പ്രസിദ്ധമായ ഇന്ത്യ സന്ദർശനം ഉണ്ടല്ലോ, ഇന്ത്യ ചൈന ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ചൈന കയറി ഇന്ത്യയെ ആക്രമിച്ചത്. ചൈനയുടെ ഒരു സ്വയംഭരണാധികാരത്തിലും അതിലേക്ക് ഇന്ത്യ കടന്നു എന്നുള്ള ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഏകപക്ഷീയമായിട്ട് അവർ കയറി ഇന്ത്യയെ ആക്രമിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, എന്നും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു ഊഷ്മളത നിലനിന്നിരുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. അത് പ്രധാനമായിട്ട് ആ അതിർത്തി തർക്കമെന്ന് പറയുന്നത് പരിഹരിക്കാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് ആണ് നമ്മളിപ്പോൾ ഈ ഉച്ചകോടിയിൽ മനസ്സിലാക്കുന്നത്. 100% ചൈനയെ നമുക്ക് വിശ്വസിക്കാറായോ നമുക്ക് പറയാറായിട്ടില്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ ഭയപ്പെടുന്നു, ട്രംപ് ഈ ഭീകരമായി ഭയപ്പെടുന്നു. ഇന്ത്യയും ചൈനയും ഒന്നിച്ചൊരു നിലപാടിലേക്ക് അത് പൊളിക്കാൻ എന്ത് ശ്രമവും അമേരിക്ക നടത്തിക്കൂടുന്നുമില്ല. കാരണം അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടല്ലോ, ലോകരാജ്യങ്ങളിൽ ഇടപെട്ട് കുഴപ്പങ്ങളുണ്ടാക്കുകയും ആ കുഴപ്പങ്ങൾ പിന്നീട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നുവെന്നാണ് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് വിജയിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകക്രമത്തിൽ നമുക്ക് വഹിക്കാൻ കഴിയുന്ന പങ്ക് ചെറുതല്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴയ സോവിയറ്റ് യൂണിയൻ അടക്കം ഇന്ത്യയുടെ ഒരു പരമ്പരാഗത ബന്ധുവാണ്. ഇന്ത്യ ഇന്ന് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച കാലം മുതൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയോടൊപ്പം നിന്നിരുന്ന രാജ്യമാണ്. എന്നും നമ്മുടെ ദുഃഖത്തിലും പ്രശ്നങ്ങളിലും എല്ലാം നമ്മളൊപ്പം നിന്നിരുന്നതാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയുമായി ഒന്നിക്കുന്നത്, അതോടൊപ്പം റഷ്യയും കൂടി ചേരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരർത്ഥത്തിലുമില്ല. അത് വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു സ്ഥിതിഗതി ഉണ്ടായിത്തീരുമെന്ന് ട്രംപ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ ഇന്ത്യക്ക് ഈ അധികം താമസിയാതെ ഉടൻ തന്നെ ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്ന അധിക ചുങ്കം ട്രംപിനെ പിൻവലിക്കേണ്ടി വരും. കാരണം പല വിധത്തിൽ ട്രംപ് ഇങ്ങനെ പരിശ്രമിക്കുകയാണ്, പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുതരം പിച്ചും പേയും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് വഴിക്ക് പോകുന്നതെന്ന് നമുക്ക് ഉടൻ പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഗുണപരമായിട്ട് നമ്മളത് നേരിടുന്നതിന്, ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ നേരിടുമെന്നുള്ളത് വളരെ കൃത്യമായി നമ്മുടെ ഭരണകൂടം തെളിയിച്ചിരിക്കുന്നു, കാണിച്ചിരിക്കുന്നു. അതെ.